ഇന്നത്തെ ദിവസത്തിനൊരു വലിയ പ്രാധാന്യം കൂടിയുണ്ട്. ഇന്ന് കലോത്സവ വേദികളുടെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം അവിടുത്തെ സ്ത്രീകൾക്കാണ്. 25 വേദികളിലും 270 അധ്യാപികമാരാണ് ഇന്ന് ഡ്യൂട്ടിയിലുണ്ടാവുക. ഈ അധ്യാപികമാർക്കൊപ്പം അഞ്ജലി പ്രിയദാസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആദ്യം കലോത്സവ വേദിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് ഇന്ന് കാത്തിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ദാ ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് കാണാം നല്ല പച്ച കളർ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മുടെ വനിതാ ടീച്ചേഴ്സ് ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. എങ്ങോട്ടേക്കാണ്? ഇങ്ങനെ പെട്ടെന്ന് റെഡിയായി സംഘം ചേർന്നുള്ള യാത്ര എങ്ങോട്ടേക്കാണ്? കലോത്സവ വേദിയിലേക്ക്, സ്റ്റേജിലേക്ക്. വനിതാ പ്രവർത്തകർ മാത്രമാണ് ഇന്നത്തെ എല്ലാ പരിപാടികളും കൈകാര്യം ചെയ്യുന്നത്. സ്റ്റേജുകളിലും വനിതകളാണ്, ഞങ്ങളാണ് KPSTയുടെ വനിതകളാണ്. നിങ്ങളാണ് അത് ഇന്ന് ഭരിക്കാൻ പോകുന്ന സ്റ്റേജ്. ഭയങ്കര ആവേശം കേട്ടോ. എല്ലാ ടീച്ചേഴ്സിനും പച്ച പനന്തത്തകളായി ഇന്ന് എല്ലാ വേദികളിലും ഇവരുടെ സാന്നിധ്യം ഉണ്ടാവും. ക്ലീൻ കേരള ഇതനുസരിച്ച് ഇന്ന് എന്ത് ചെയ്തു, എല്ലാ വനിതകൾ എല്ലാ വേദിയും നിയന്ത്രിക്കാമെന്ന് നമ്മുടെ പ്രിയപ്പെട്ട റെജീന ടീച്ചർ തീരുമാനിച്ചു. കൺവീനർ മുന്നോട്ട് വരൂ. അതുകൊണ്ടാണ് ഈ പച്ച കളർ സാരി എടുത്തത്. പച്ചയിലാണ് നിങ്ങൾ കൂടുതൽ സുന്ദരികൾ, അതുകൊണ്ടാണോ? അതുകൊണ്ട് മാത്രമല്ല, സുന്ദരികൾ പച്ചയിലും മഞ്ഞയിലും ഒക്കെ സുന്ദരികളാണെങ്കിലും നമ്മുടെ കേരളത്തിന്റെ മനോഹാരിതയുടെ പച്ചിപ്പിനെ ഒന്നുകൂടി എടുത്തറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാം ഈ അവസരത്തിൽ പച്ച എന്ന നിറം തിരഞ്ഞെടുത്തത്. ഇന്ന് പുരുഷന്മാരില്ലാതെ ടീച്ചേഴ്സ് മാത്രമാണ്, വനിതകൾ മാത്രമാണ്. ചടുലമായ പ്രവർത്തനങ്ങളോടെ ഒരു ലാഗിങ് ഇല്ലാതെ ഏറ്റവും മനോഹരമായി വനിതകൾക്ക് കഴിയും എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. ഏറ്റവും ഭംഗിയായി ഇന്നത്തെ പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അത്രത്തോളം ഊർജ്ജസ്വലതയായിട്ടാണ് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നത്. ഇന്നത്തെ നമ്മുടെ പ്രവർത്തനം കണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിക്കാനുള്ള ചാൻസ് ആണ് നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. 270 സ്ത്രീകൾ നയിക്കുന്ന ഇന്നത്തെ കലോത്സവ വേദി ഗംഭീരമാകുമെന്നതിൽ സംശയമില്ല. വിനോദ് കുളപ്പടയ്ക്കൊപ്പം അഞ്ജലി പ്രിയദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.